പ്രവാസലോകത്തെ വാർത്തകൾ. ബ്രിട്ടീഷ് എയർഫോഴ്സ് പൈലറ്റുമാർക്ക് പരിശീലനം നൽകാൻ ഇന്ത്യൻ വ്യോമസേന. ഇന്ത്യ-UK ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ സൂചനയാണിത്. ഇന്ത്യൻ വ്യോമസേനയിലെ കാറ്റഗറി A1, A2 വിഭാഗത്തിൽപ്പെട്ട പൈലറ്റ് പരിശീലകരെ ബ്രിട്ടന്റെ റോയൽ എയർഫോഴ്സ് പൈലറ്റുമാരെ പരിശീലിപ്പിക്കുന്നതിനായി അയക്കണമെന്ന ബ്രിട്ടന്റെ അപേക്ഷ ഇന്ത്യ സ്വീകരിച്ചു. ഇന്ത്യൻ വ്യോമസേനയിലെ 2 പരിശീലകരായിരിക്കും പരിശീലനം നൽകുക. വെയിൽസിലെ ഫ്ലൈയിംഗ് ട്രെയിനിംഗ് സ്കൂളിലെ RAF എയർക്രൂ ഓഫീസർമാരെയായിരിക്കും ഇവർ പരിശീലിപ്പിക്കുക. 2026 ഒക്ടോബറിന് ശേഷമായിരിക്കും 1 വർഷം നീണ്ടുനിൽക്കുന്ന പരിശീലനം നൽകുക. ടൈഫൂൺ, F-35 തുടങ്ങിയ യുദ്ധവിമാനങ്ങൾ പരിശീലനം നേടുന്ന പൈലറ്റുമാർക്കാണ് ഇന്ത്യൻ വ്യോമസേനയിലെ 2 ഇൻസ്ട്രക്ടർമാർ പരിശീലനം നൽകുക. UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറിന്റെ മുംബൈ സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച ഈ ചരിത്രപരമായ കരാർ ഇന്ത്യയും UKയും തമ്മിലുള്ള സൈനിക സഹകരണത്തിൽ കാര്യമായ മാറ്റം കുറിക്കുന്നു. ഇന്ത്യൻ എയർഫോഴ്സ് പരിശീലകരിൽ നിന്നു ലഭിക്കുന്ന പരിശീലനം ആഗോളതലത്തിൽ മാറിവരുന്ന സുരക്ഷാ ആശങ്കകളെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ ബ്രിട്ടീഷ് എയർഫോഴ്സിനെ സഹായിക്കുമെന്ന് ബ്രിട്ടീഷ് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. UAE-യിൽ സ്ഥാപനങ്ങൾ തൊഴിൽ നിയമം പാലിക്കണമെന്ന് കർശന നിർദ്ദേശം. ശമ്പളം മുടങ്ങിയാൽ തൊഴിലുടമയ്ക്കെതിരെ കടുത്ത നടപടി. UAE മാനവവിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം തൊഴിലാളികൾക്കായി പ്രധാന നിയമങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു ഗൈഡ് പുറത്തിറക്കി. തൊഴിലാളികളുടെ അവകാശങ്ങളും ജോലിയിൽ നീതിയും സുരക്ഷിതവും ഉറപ്പാക്കാൻ ഈ ഗൈഡ് സഹായിക്കും. UAE നിയമമനുസരിച്ച് ഒരു തൊഴിലാളിയുടെ പരമാവധി പ്രവൃത്തി സമയം എന്നത് ഒരു ദിവസം 8 മണിക്കൂറും ആഴ്ചയിൽ 48 മണിക്കൂറുമാണ്. എന്നാൽ ചില പ്രത്യേക ജോലികളിൽ ഈ സമയപരിധിക്ക് ഇളവുകളുണ്ട്. അധിക ജോലി സമയമല്ലെങ്കിൽ ഓവർടൈം ജോലികൾ ഒരു ദിവസം 2 മണിക്കൂറിൽ കൂടാൻ പാടില്ല. കൂടാതെ തുടർച്ചയായ 3 ആഴ്ചകളിലെ മൊത്തം പ്രവൃത്തി സമയം 144 മണിക്കൂറിൽ കൂടാനും പാടില്ല. എന്നാൽ UAE-യിൽ കൃത്യമായ തൊഴിൽ നിയമങ്ങൾ ഉണ്ടെങ്കിലും ചില സ്ഥാപനങ്ങളിൽ ഇത് പാലിക്കപ്പെടുന്നില്ല എന്ന പരാതികൾ വ്യാപകമാണ്. ആഴ്ചയിലെ അവധി ദിവസം ജോലി ചെയ്യേണ്ടി വന്നാൽ പകരം ഒരു ദിവസം അവധിയോ അല്ലെങ്കിൽ അന്നത്തെ അടിസ്ഥാന ശമ്പളത്തിൽ 50% വർധനവോ തൊഴിലാളികൾക്ക് ലഭിച്ചിരിക്കണമെന്നും നിബന്ധനയുണ്ട്. ശമ്പളം നൽകാൻ തീരുമാനിച്ച തീയതി മുതൽ 15 ദിവസത്തിനുള്ളിൽ ശമ്പളം തൊഴിലാളികൾക്ക് നൽകിയിരിക്കണം. ശമ്പളം മുടങ്ങിയാൽ തൊഴിലുടമയ്ക്കെതിരെ നടപടിയെടുക്കുമെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സ്വദേശീവൽക്കരണ നടപടികൾ കർശനമാക്കി ഒമാൻ. മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് കനത്ത തിരിച്ചടി. സ്വദേശികൾക്ക് കൂടുതൽ തൊഴിലവസരം ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി സ്വദേശീവൽക്കരണ നടപടികൾ കർശനമാക്കിയിരിക്കുകയാണ് ഒമാൻ സർക്കാർ. വിദേശികളുടെ എല്ലാ സ്ഥാപനങ്ങളിലും കുറഞ്ഞത് ഒരു സ്വദേശിക്കെങ്കിലും ജോലി ഉറപ്പാക്കണമെന്നാണ് നിബന്ധന. കമ്പനിയുടെ പ്രവർത്തനം ആരംഭിച്ച് 1 വർഷത്തിനുള്ളിൽ നിയമനം പൂർത്തിയാക്കണം. സ്വദേശി ജീവനക്കാരൻ സാമൂഹിക സുരക്ഷാ ഫണ്ടിൽ രജിസ്റ്റർ ചെയ്തിരിക്കണമെന്നും നിബന്ധനയുണ്ട്. മുഴുവൻ കമ്പനികളും നിശ്ചിത സ്വദേശീവൽക്കരണ നിരക്ക് പാലിക്കണം. പ്രമേയം പ്രാബല്യത്തിൽ വരുമ്പോൾ 1 വർഷം പിന്നിട്ട എല്ലാ കമ്പനികളും സ്വദേശിയെ നിയമിച്ച് കമ്പനിയുടെ സ്റ്റാറ്റസ് ക്രമീകരിക്കണം. ഇതിൽ വീഴ്ച വരുത്തിയാൽ കമ്പനിയുടെ തുടർ പ്രവർത്തനങ്ങളെ ബാധിക്കും. കൊമേഴ്ഷ്യൽ രജിസ്ട്രേഷൻ പുതുക്കൽ, വർക്ക് പെർമിറ്റ് നൽകൽ, വർക്ക് പെർമിറ്റ് പുതുക്കൽ എന്നിവയിൽ നിയന്ത്രണങ്ങളുണ്ടാകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.